പേജർ സ്ഫോടനങ്ങൾക്ക് മറുപടിയായി ഹിസ്ബുള്ള തിരിച്ചടിച്ചു തുടങ്ങി. അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണമാണ് ഇസ്രായേലിനെതിരെ ലെബനൻ സായുധ സേന നടത്തിയത്. വലിയ ആളപായം ഇസ്രായേൽ സേനയ്ക്കുണ്ടായതായാണ് മാധ്യമ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസം ലെബനനിൽ ഹിസ്ബുള്ള പ്രവർത്തകരെ ലക്ഷ്യമിട്ട് നടത്തിയ പേജർ സ്ഫോടനങ്ങൾക്കും പിന്നാലെയുണ്ടായ വാക്കി ടോക്കി സ്ഫോടനങ്ങൾക്കും പ്രതികാരമായാണ് ഹിസ്ബുള്ളയുടെ തിരിച്ചടി. അതോടെ പശ്ചിമേഷ്യ കനത്ത ജാഗ്രതയിലാണ്. ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ പോസ്റ്റുകൾക്ക് നേരെയാണ് ഹിസ്ബുള്ള മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ കുറഞ്ഞത് 15 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. നിരവധി സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കനത്ത നാശമാണ് ഇസ്രായേൽ സൈന്യത്തിനുണ്ടായിരിക്കുന്നത്. അപകട സ്ഥലത്തേക്ക് പാഞ്ഞെത്തുന്ന ഹെലികോപ്റ്ററുകളും ആംബുലൻസുകളും അപകടത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന സൂചന നൽകുന്നുണ്ടെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ലെബനൻ ഇസ്രായേൽ അതിർത്തിയിൽ ഗലീലി പാൻഹാൻസിലെ റാമിം റിജ് ഏരിയയിലാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത്. സെപ്റ്റംബർ 17-18 തീയതികളിൽ ലെബനനിൽ ഇസ്രായേലിൻ്റെ ചാര ഏജൻസി മൊസാദ് നടത്തിയ സ്ഫോടനങ്ങൾക്കുള്ള മറുപടിയായാണ് ഹിസ്ബുള്ള IDF പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. 17-ന് ഹിസ്ബുള്ള പോരാളികൾ ഉപയോഗിച്ചിരുന്ന പേജറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് മൊസാദ് ആണെന്ന റിപ്പോർട്ടുകളും പിന്നാലെ വന്നു. തൊട്ടടുത്ത ദിവസം 18-ന് നിരവധി വാക്കി ടോക്കികളും പോക്കറ്റ് റേഡിയോകളും ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചു. ഇതാണ് ഹിസ്ബുള്ളയെ പ്രകോപിതരാക്കിയത്. പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളെ തീവ്രവാദി ആക്രമണമെന്നാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള വിശേഷിപ്പിച്ചത്. ലെബനൻ്റെ പരമാധികാരത്തിനും ജനങ്ങൾക്കുമെതിരായ യുദ്ധപ്രഖ്യാപനമാണ് ഇസ്രായേൽ നടത്തിയതെന്നും ഹസൻ നസറുള്ള പ്രതികരിച്ചു. 2 ദിവസം നടന്ന സ്ഫോടന പരമ്പരകളിൽ മരിച്ചവരുടെ എണ്ണം 37 ആയതായി ലെബനൻ ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് അറിയിച്ചു. 287 പേർക്ക് പരിക്കേറ്റതായി അദ്ദേഹം പറഞ്ഞു. പിന്നാലെ വിമാനത്തിൽ പേജറുകളും വാക്കി ടോക്കികളും ലെബനൻ നിരോധിച്ചു. ലെബനൻ്റെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷനാണ് നിരോധനം ഏർപ്പെടുത്തിയത്. ലെബനൻ്റെ തലസ്ഥാനമായ ബെയ്റൂത്തിൻ്റെ സമീപ പ്രദേശമായ ദഹിയയിലും കിഴക്കൻ ബെക്ക താഴ്വരയിലുമാണ് അസാധാരണ സംഭവം നടന്നത്. നിരവധി പേജറുകളാണ് ഒരുമിച്ച് പൊട്ടിത്തെറിച്ചത്. സായുധ സംഘടന ഹിസ്ബുള്ളയുടെ പ്രവർത്തകരാണ് പേജർ സ്ഫോടനങ്ങളിൽ മരിച്ചവരിലേറെയും. ഇസ്രായേലിൻ്റെ ചാരന്മാരായ മൊസാദ് ആവാം ഇതിന് പിന്നിലെന്ന സംശയവും പിന്നാലെ ഉയർന്നിരുന്നു. തുടർന്ന് സ്ഫോടനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേലിനാണെന്നും തിരിച്ചടിയുണ്ടാകുമെന്നും സ്ഥിരീകരിച്ച് ഹിസ്ബുള്ളയും രംഗത്ത് വന്നു. ഹിസ്ബുള്ള ആശയവിനിമയത്തിന് ഇപ്പോഴും ഉപയോഗിക്കുന്നത് പേജർ എന്ന ഉപകരണമാണ്. മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിന് എളുപ്പത്തിൽ ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഹിസ്ബുള്ള പോരാളികൾ മൊബൈൽ ഫോണുകൾ ഉപേക്ഷിച്ചത്. പേജറുകളുടെ ലൊക്കേഷൻ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. ഇറാൻ്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനനിലും സിറിയയിലും വിവിധ സ്ഥലങ്ങളിൽ ചൊവ്വാഴ്ച നടന്ന സ്ഫോടനത്തിൽ 3000-ഓളം പേജറുകൾ പൊട്ടിത്തെറിച്ചെന്നാണ് റിപ്പോർട്ട്. പേജറുകളിലും വാക്കി ടോക്കികളിലും സോളാർ ബാറ്ററികളിലും കാർ ബാറ്ററികളിലുമായിരുന്നു ബുധനാഴ്ച പൊട്ടിത്തെറിയുണ്ടായത്. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലെ BAC കൺസൾട്ടിംഗ് KFD എന്ന സ്ഥാപനമാണ് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പേരിൽ AR-924 എന്ന പേജറുകൾ നിർമ്മിച്ചത്. 2022 മെയ്യിലാണ് ഈ കമ്പനി നിലവിൽ വന്നത്. ട്രേഡ് മാർക്ക് ഉപയോഗിക്കാൻ മാത്രം അനുമതി നൽകിയിരുന്നതായും പേജറിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണവും വിതരണവും പൂർണ്ണമായും ഹംഗേറിയൻ കമ്പനിയുടേതാണെന്നും ഗോൾഡ് അപ്പോളോ വ്യക്തമാക്കിയിരുന്നു.